അവിടെ കളിച്ച് എല്ലായിടം കഴിഞ്ഞ് സെറ്റായി. ഇപ്പോൾ ചായ ഇത് കുടിക്കാൻ വന്നു. ചായ കുടിക്കുക, അത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതും കുടിക്കുക, പോവുക. ഒരു ഗ്ലാസും കൂടി ഉണ്ട്, 2 ഗ്ലാസ് കണക്കിന് ഉണ്ടാക്കിയിട്ടുണ്ട്. തണുപ്പ്, നല്ല തണുപ്പ്, അതുകൊണ്ട് ഉണ്ടാക്കി കുടിക്കുക. കയറുപാട് കിട്ടും. ഏകദേശം 4 മണി അടിച്ചാണ്. ഇനി ഫോണിനെയും കൊണ്ട് ഫോൺ ചാർജ് ഇല്ല, 20%. ഞാൻ ഇതിനെയും കൊണ്ടൊന്ന് ചാർജ് ചെയ്തിട്ട് 2 റൗണ്ടൊക്കെ അടിച്ച് വെള്ളം ഒന്ന് ചൂടാക്കി കുടിച്ച് അപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഫോൺ ഫുൾ ചാർജാവും. പിന്നെ ഫോണും എടുത്തുകൊണ്ട് ഇങ്ങ് വരണം. എല്ലാം ചെക്ക് ചെയ്ത് വലിയ കുഴപ്പമില്ല, എല്ലാം കൺട്രോളാണ്, ഒരു കുഴപ്പമില്ല. ഫുള്ളാക്കി എടുത്തുകൊണ്ട് വന്നു. ഏകദേശം 5 മണി അടുപ്പിച്ചായി. വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റായ രീതിയിൽ തന്നെ പോകും. ഒരു 6 മണിയാകുമ്പോൾ ഒന്ന് ഫുള്ളൊന്ന് റൗണ്ട് ഓടിച്ചിട്ട് ഫുഡുണ്ടായി കഴിയും. എന്നാ മുട്ട അവിക്കാനാ അല്ലെങ്കിൽ മുട്ട അവിക്കണം. സംഭവം ഇപ്പം എന്ന് പറഞ്ഞാൽ മുട്ട അവിക്കുമ്പം ഭയങ്കര തണുപ്പായതുകൊണ്ട് പൊട്ടണം 3-4 പ്രാവശ്യം. ഏകദേശം 5:45. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ രാവിലെ ടൈം ലാഭിക്കാം. ഇപ്പോൾ ഒന്ന് കഴിച്ചിട്ട് ഇനി ഇതുവരെ ഇപ്പോൾ കുഴപ്പമില്ല. ഇനി വീണ്ടും ഒന്നും കൂടി പോകണം. കഴിച്ചിന്ന് പറഞ്ഞാൽ ടക്കുന്ന അവിടെ പോകണം, മുട്ട കഴിച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റ്. ഫുഡും കഴിച്ചിട്ട് ഏകദേശം 6 മണി അടുപ്പിച്ചാണ്. അപ്പം ഫുഡും കഴിച്ചിട്ട് ഫുഡും ടീയും കുടിച്ചിട്ട് പോകണം. 6 മണി അടുപ്പിച്ചാൽ. ഇനി ഇതും കഴിച്ചിട്ടാണ് റൗണ്ട് അടിക്കാൻ പോകുന്നത്. എല്ലായിടവും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ക്ലോറിനേഷനും പമ്പ് റൂമും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞാൽ 7 മണി വരെ വെയിറ്റ് ചെയ്യുക. അകത്തിരുട്ടായതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടി കഴിഞ്ഞ് 7 മണി അടുപ്പിച്ചാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് ഇറങ്ങും. അത് തന്നെ പ്ലാൻ. ഇപ്പോൾ 6:30 അടുപ്പിച്ചായി. എന്നിട്ട് പോയി പല്ലി കഴിക്കണം. അത്രയാണ്. ഇനി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങാം. സെറ്റായി. ലൈറ്റ് ഓഫ് ചെയ്ത് ഇറങ്ങുക, പോയി പല്ലി കഴിക്കുക, കുളിക്കുക. സിമ്പിളാണ്. വേറെ പണിയുണ്ടോ? അതൊക്കെ തന്നെ. ഇന്ന് വലിയ തണുപ്പില്ല, തണുപ്പുണ്ട്, പക്ഷേ നോർമലിനേക്കാളും കുറഞ്ഞായിരുന്നു. അതായത് അല്ലെങ്കിൽ നല്ല തണുപ്പായിരുന്നു. അത് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മൂക്കൊക്കെ ഐസായിട്ടായിരിക്കും. അതായത് ഇനി വെള്ളം കുടിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ. ഈ സമയത്ത് അങ്ങനെ കുടിക്കുന്നതല്ല. ആകാശം ഇന്ന് വലിയ രസമില്ല, ഒരു രസമില്ല. ഫോഗി പ്ലസ് ക്ലൗഡി. ഇനി പോയി പല്ലും തേച്ച് ഡ്രസ്സും കഴുകി വീട്ടിൽ വിളിക്കുക, അത്രയേ ഉള്ളൂ. ഫുഡ് കഴിച്ചായിരുന്നു. പല്ലൊക്കെ തേച്ച് തുണി നനച്ചിട്ട് ഫുഡ് നേരത്തെ കഴിച്ചായിരുന്നു. ഇനി കിടന്നുറങ്ങും. വീട്ടിലും വിളിച്ചിട്ട്, വീട്ടിലൊരു 5-10 മിനിറ്റ് വിളിച്ച് സംസാരിച്ചിട്ട്, 2-3 ദിവസം വിളിച്ചിട്ട് വീട്ടിലും വിളിച്ച് സംസാരിച്ചിട്ട് കിടന്നുറങ്ങും. ബെഡ് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇനി ഫുഡുണ്ടാക്കി കഴിക്കണം. ഇനിയിപ്പോൾ ഫുഡും കഴിക്കുക, റെഡിയാക്കി ഫുഡും കഴിക്കുക, ചെടിക്ക് വെള്ളം ഒഴിക്കുക,
കുളിക്കണം. ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കും. ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് മാത്രമാണ്. നേരെ ഡ്യൂട്ടി കയറുന്ന സമയം ഇനി നേരെ ഡ്യൂട്ടിക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ഒരു സ്ഥലത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. രാവിലെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വൈകുന്നേരം ചെയ്യും. അപ്പോൾ അതും വിളിച്ച് കോൾ ചെയ്ത് സംസാരിച്ച് അതും സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യും. പിന്നെ ബാക്കിയെല്ലാ സൈറ്റ് നോർമലി ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അങ്ങനെ അകത്തൊന്ന് കയറാൻ ചെയ്തു. ഡ്യൂട്ടി സ്ഥലത്ത് അത് ഇവിടെ കുറച്ച് നേരം ഇരിക്കുക. കോളൊക്കെ പറഞ്ഞനുസരിച്ച് എല്ലാം ചെയ്തു. ഇനി ഏകദേശം ടൈമായി. ഈ റീഡിങ് എടുക്കാൻ ടൈമായി. 8:40 അടുപ്പിച്ചായി. ഇനി പോയി എല്ലാത്തിൻ്റെ ഫോട്ടോ എടുത്ത് തരണം. അത് തന്നെ പരിപാടി. പോയി ഫോട്ടോ എടുക്കുക, എഴുതുക. മൈക്ക് എടുക്കണമെന്നുണ്ട്. സൗണ്ട് കറക്റ്റല്ല. മൈക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ പൈസ ആവുന്നില്ല. നോക്കാം. ഇവിടുന്ന് പോണതിന് മുമ്പ് ഒരു ക്യാമറയും മൈക്കും എടുക്കണമെന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, നോക്കട്ടെ. നാട്ടിൽ പോണതിന് മുമ്പേ ഇവിടെ ആകുമ്പോൾ കുറച്ച് വില കുറച്ച് കിട്ടും. മൈക്കൊക്കെ 10,000 രൂപ അടുപ്പിച്ച് വില കുറവ് തന്നെയുണ്ട്. M2 അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ മൈക്കില്ല. 24 അങ്ങനെ എന്തോ ആയിരുന്നു. ഇവിടെ ഏകദേശം 15. സെക്കൻഡ് അടിക്കണമെങ്കിൽ നല്ല വില കുറവ്. അല്ല, ഫ്രഷ് തന്നെ നോക്കണം. ഒരു നല്ലത് 2-3 കൊല്ലമൊക്കെ ഓടാൻ കണക്കിനുള്ളൊരു മൈക്ക് എടുക്കണം. ഇനി പോയി റീഡിങ് ഒക്കെ എടുത്ത് റീഡിങ്ങിൻ്റെ ഇതെടുത്ത് ഫോൺ എഴുതാം. പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു. റീഡിങ് എല്ലാം എഴുതി കഴിഞ്ഞ് പിന്നെ 12 മണിക്കുള്ള പേപ്പറും റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ 9 മണിക്ക് ഉള്ള അതും കൂടി എഴുതാറുണ്ട്. ഇനി എഴുതാറുണ്ട്. ഒരു ഇതിലും കൂടി എഴുതാറുണ്ട്. അതും കൂടി എഴുതി കഴിഞ്ഞ് പിന്നെ സൈഫ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. 9 മണിക്കുള്ള റീഡിങ്ങിൻ്റെ അതും എഴുതി. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. സൈഫ് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ എത്ര 20 പോയിൻറ്റ് കുറയ്ക്കാനുണ്ട്. 20 പോയിൻറ്റ് കുറയ്ക്കാനുണ്ട്. പിന്നെ ബാക്കി കുഴപ്പമില്ല. പിന്നെ കുഴപ്പമില്ല. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതും ചെയ്തിട്ട് വീണ്ടും വന്ന് പിന്നെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. പിന്നെ 10-11 ആകുമ്പോൾ ഒന്ന് റൗണ്ട് അടിക്കണം. ഫുഡ് കഴിച്ച് തിന്നിട്ട് അടുത്ത പരിപാടി അത് തന്നെ. ഫുഡ് കഴിച്ചിട്ട് ഇവിടെയും ഫുൾ ചാർജാണ്. ഫോൺ കൊടുത്തോണ്ട് അത് അത്ര ഒന്നുമില്ല. അത് തന്നെ പ്ലാൻ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.